റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് അനുമതി നൽകി അമേരിക്ക. ആഗോള ഊർജ്ജ വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ഇളവ് അമേരിക്കൻ ഭരണകൂടം നീട്ടി നൽകി. ഇറാൻ US യുദ്ധം വിപണിയിൽ സൃഷ്ടിച്ച ആഘാതം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ സുപ്രധാന നീക്കം. ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ഇളവ് പ്രകാരം വെള്ളിയാഴ്ച മുതൽ മെയ് 16 വരെ കപ്പലുകളിൽ കയറ്റിയ ഏഷ്യൻ എണ്ണയും പെട്രോളിയം ഉൽപ്പന്നങ്ങളും വാങ്ങാൻ രാജ്യങ്ങൾക്ക് അനുവാദമുണ്ട്. ഏപ്രിൽ 11 കാലാവധി അവസാനിച്ച 30 ദിവസത്തെ ഇളവിന് പകരമാണിത്. എന്നാൽ ഇറാൻ, ക്യൂബ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഇടപാടുകളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇറാനെതിരായ US-ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഉയർന്ന ആഗോള ഊർജ്ജ വില നിയന്ത്രിക്കാനുള്ള ഭരണകൂടത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമാണിത്. ആഗോള ഊർജ്ജ ആഘാതത്തിൽ നിന്നും കഷ്ടപ്പെടുന്ന ഏഷ്യൻ രാജ്യങ്ങൾ വിപണികളിൽ ബദൽ വിതരണങ്ങൾ അനുവദിക്കാൻ അമേരിക്കയുടെ സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് ഈ തീരുമാനം. ഇറാനുമായുള്ള ചർച്ചകൾ വേഗത്തിൽ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ ആവശ്യമുള്ളവർക്ക് എണ്ണ ലഭ്യമാണെന്ന് ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നതായും അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് വക്താവ് വ്യക്തമാക്കി. റഷ്യൻ എണ്ണയുടെ ഇളവും ഞായറാഴ്ച അവസാനിക്കാനിരിക്കുന്ന ഇറാനിയൻ എണ്ണയുടെ ഇളവും അമേരിക്കൻ ഭരണകൂടം പുതുക്കില്ലെന്ന് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് 2 ദിവസം മുൻപ് പറഞ്ഞിരുന്നു. പശ്ചിമേഷ്യയിലെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ താൽക്കാലികമായി വീണ്ടും തുറന്നതിനെ തുടർന്ന് വെള്ളിയാഴ്ച ആഗോള എണ്ണവില 9% ഇടിഞ്ഞ് ബാരലിന് ഏകദേശം $90 എങ്കിലും യുദ്ധം ഇതിനകം ചരിത്രത്തിലെ ഏറ്റവും മോശമായ ആഗോള ഊർജ്ജ വിതരണ തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി പറഞ്ഞു. ശനിയാഴ്ച 8ാം ആഴ്ചയിലേക്ക് കടക്കുന്ന യുദ്ധം മിഡിൽ ഈസ്റ്റിലെ 80-ലധികം എണ്ണവാതക സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. ഇറാനിയൻ തുറമുഖങ്ങൾക്കെതിരായ അമേരിക്കൻ നാവികസേനയുടെ ഉപരോധം തുടർന്നാൽ കടലിടുക്ക് വീണ്ടും അടച്ചുപൂട്ടുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. നവംബറിലെ ഇടക്കാല തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എണ്ണവില ഉയരുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭീഷണിയാണ്. അമേരിക്കയോട് യുദ്ധം ചെയ്യുന്ന ഇറാനെയും ഉക്രൈനോട് യുദ്ധം ചെയ്യുന്ന റഷ്യയും സാമ്പത്തികമായി സഹായിക്കുന്നതാണ് ഈ ഇളവുകളെന്ന് ആരോപിച്ച് ഇരു രാഷ്ട്രീയ പാർട്ടികളിലുമുള്ള US സെനറ്റ് അംഗങ്ങൾ ഭരണകൂടത്തെ വിമർശിച്ചു. ഉക്രൈൻ യുദ്ധത്തിനുള്ള ഫണ്ട് കണ്ടെത്തുന്നതിൽ നിന്നും റഷ്യയെ തടയാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങളെ ഈ ഇളവുകൾ തടസ്സപ്പെടുത്തിയേക്കാം. റഷ്യക്കെതിരായ ഉപരോധങ്ങളിൽ ഇളവ് വരുത്തേണ്ട സമയമല്ല ഇതെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനും വ്യക്തമാക്കി. വെള്ളിയാഴ്ച പുതുക്കൽ വാഷിംഗ്ടൺ പുറപ്പെടുവിക്കുന്ന അവസാന ഇളവായിരിക്കില്ലെന്നും കൺസൾട്ടിംഗ് സ്ഥാപനമായ ഒബ്സിഡിയൻ റിസ്ക് അഡ്വൈസേഴ്സിലെ ഉപരോധ വിദഗ്ധനായ ബ്രെറ്റ് എറിക്സൺ പറഞ്ഞു. ഈ സംഘർഷം ആഗോള ഊർജ്ജ വിപണികൾക്ക് ശാശ്വതമായ നാശം ഉണ്ടാക്കിയിട്ടുണ്ട്. അവ സുസ്ഥിരമാക്കാൻ ലഭ്യമായ മാർഗങ്ങൾ ഏകദേശം അവസാനിച്ചിരിക്കുകയാണെന്നും എറിക്സൺ കൂട്ടിച്ചേർത്തു. അതേസമയം ഈ ഉപരോധ ഇളവ് ഇന്ത്യൻ റിഫൈനറികൾക്ക് നിയമപരമോ സാമ്പത്തികമോ ആയ പ്രശ്നങ്ങളില്ലാതെ ഇറക്കുമതി തുടരാൻ അവസരം നൽകുന്നു. നേരത്തെ അനുവദിച്ച ഇളവിലൂടെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഗണ്യമായി വർദ്ധിച്ചതായാണ് റിപ്പോർട്ട്. മാർച്ച് മാസത്തിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി 3 ഇരട്ടിയായി വർദ്ധിച്ച് 5.3 ബില്യൺ യൂറോയിലെത്തി. എണ്ണവിലയിലെ വർധന ഇറക്കുമതി അളവ് ഉയർത്തി. യൂറോപ്യൻ തിങ്ക് ടാങ്ക് സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ റിപ്പോർട്ടിൽ ഫെബ്രുവരിയിൽ എണ്ണ വാങ്ങൽ കുറഞ്ഞതിൽ ശേഷം മാർച്ച് മാസത്തിൽ ഇന്ത്യ വീണ്ടും എണ്ണ വാങ്ങുന്നത് വർദ്ധിപ്പിച്ചതായി പറയുന്നു. 2026 മാർച്ചിൽ റഷ്യൻ ഫോസിൽ ഇന്ധനങ്ങളുടെ രണ്ടാമത്തെ വലിയ ഉപഭോക്താവ് ഇന്ത്യയായിരുന്നു. മൊത്തം 5.8 ബില്യൺ യൂറോയുടെ റഷ്യൻ ഹൈഡ്രോ കാർബൺ ഇന്ത്യ ഇറക്കുമതി ചെയ്തു. ക്രൂഡ് ഓയിൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയുടെ വാങ്ങലുകളിൽ 91% വരും. ഫെബ്രുവരിയിൽ ഇന്ത്യ 3ാമത്തെ വലിയ ഇറക്കുമതി രാജ്യമായിരുന്നു. 1.8 ബില്യൺ യൂറോയുടെ റഷ്യൻ ഹൈഡ്രോ കാർബൺ വാങ്ങിച്ചു. ക്രൂഡ് ഓയിൽ 81%, കൽക്കരി, എണ്ണ ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെയാണ് കണക്കുകൾ. മാർച്ച് മാസത്തിൽ ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഇറക്കുമതി 4% കുറഞ്ഞപ്പോൾ റഷ്യൻ ഇറക്കുമതി ഇരട്ടിയായി CREA റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.